പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നും കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും. ഒരു വർഷം മുമ്പ് പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ഒരു 2 ദിവസം മുമ്പ് ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ്. അതായത് നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ പാസ്പോർട്ട് തീർന്നു കഴിഞ്ഞെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന രാജ്യത്തുള്ള ഇന്ത്യൻ എംബസിയിലായിരിക്കും നമ്മൾ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുള്ളത്. ചില ആൾക്കാർ നാട്ടിൽ പോയിട്ട് പുതുക്കിയിട്ട് വരുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് എവിടുന്നായെങ്കിലും പുതുക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മുടെ അഡ്രസ്സ് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും അതിന്റെ വെരിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് കേസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫയലായി തിരിച്ചു വരും. ചില ആൾക്കാരുടെ ധാരണ നമ്മൾ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് വെരിഫിക്കേഷൻ ഫയലായിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ ആ പാസ്പോർട്ട് നമുക്ക് എംബസി തിരിച്ചു തരും എന്നുള്ള ഒരു ധാരണയുണ്ട്. ഒരിക്കലും അങ്ങനെ നമുക്ക് ആ പാസ്പോർട്ട് കിട്ടത്തില്ല. പിന്നെ നമുക്ക് എംബസി ഇഷ്യൂ ചെയ്യുന്നത് വൈറ്റ് പാസ്പോർട്ട് ആയിരിക്കും. 1 ടൈം യാത്ര ചെയ്യാനുള്ളത്. ആ ഒരു പാസ്പോർട്ട് നമ്മൾ നാട്ടിലേക്ക് കയറിയിട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ വിസ നഷ്ടപ്പെടും, ഒരുപാട് നഷ്ടങ്ങൾ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ കേസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ ഈ പാസ്പോർട്ട് പുതുക്കാനൊക്കെ ആകുന്നുണ്ടെങ്കിൽ അതിനേക്കാളും 2-3-4 മാസം മുമ്പ് തന്നെ ഈ ഒരു വർക്കിന് ഇറങ്ങണം. അപ്പൊ ചില സമയത്ത് നമുക്ക് നാട്ടിൽ പോയിട്ട് അത് സെറ്റിലാക്കാൻ വേണ്ടി പറ്റുന്ന കേസാണെങ്കിൽ അത് നാട്ടിൽ പോയിട്ട് സെറ്റിലാക്കിയിട്ട് വരിക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടല്ലാത്ത കേസാണെങ്കിൽ നമുക്ക് കോടതിയിൽ നിന്ന് 2 വർഷത്തേക്ക് പുതുക്കാനുള്ള താൽക്കാലിക പേപ്പറൊക്കെ കിട്ടും. പക്ഷെ അതിനൊക്കെ സമയങ്ങൾ എടുക്കുന്നുണ്ട്, അഡ്വക്കേറ്റ് വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാസ്പോർട്ടൊക്കെ പുതുക്കാൻ കേസൊക്കെ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ 2-3-4 മാസം മുമ്പ് തന്നെ അതിന് ഇറങ്ങണം. ഈ ലാസ്റ്റ് മൂമെന്റിൽ ഹെറിവറിയായി ഇറങ്ങി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒന്നും നടക്കത്തില്ല. പിന്നെ നമ്മുടെ വിസ നഷ്ടപ്പെട്ട് നമ്മൾ നാട്ടിലേക്ക് കയറിയിട്ട് പോകേണ്ടി വരും. ഇപ്പൊ അറിയാലോ എല്ലാവർക്കും ഒരു വിസയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇത് കുവൈത്തിലുള്ളവർക്ക് മാത്രമല്ല, നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പൊ 2 ദിവസം മുമ്പ് ഇതേ സുഹൃത്തിന് സംഭവിച്ചു. ആള് ഇതേപോലെ വൈറ്റ് പാസ്പോർട്ടിൽ നാട്ടിൽ കയറിയിട്ട് പോകേണ്ട വന്നു. ഇനി ആ കേസ് തീർന്നിട്ട് അയാൾക്ക് പാസ്പോർട്ട് പുതുക്കിയിട്ട് പുതിയ വിസ എടുത്തിട്ട് വരേണ്ടി വരും. അപ്പൊ അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ. ഉള്ള വിസകളൊന്നും ആരും കളയാതിരിക്കുക. കാരണം ഇപ്പോൾ ഉള്ള സമയങ്ങൾ അങ്ങനെയാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും സ്നേഹം മാത്രം.